ഡോക്ടറെ എൻ്റെ മാമിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആന്റിബയോട്ടിക്സ് മേടിച്ച് കഴിക്കും. അതിനെന്തെങ്കിലും കുഴപ്പങ്ങളോ ദൂഷ്യഫലങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം? എന്തെങ്കിലും ഇതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? ഇല്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ശരീരവേദന, ക്ഷീണം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോൾ പസൽസ് കാണാറുണ്ട്. ആന്റിബയോട്ടിക് ദുരുപയോഗം ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. കാര്യം ഈ മൂത്രപ്പഴുപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സിംറ്റംസ് ഉണ്ടാവണം. പനി, വയറുവേദന, മൂത്രക്കടച്ചിൽ, അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു രോഗലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർക്ക് അഡ്വൈസബിൾ ആണെന്ന് തോന്നുമെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്സ് കഴിക്കുക. പിന്നെ ഈ പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ പോലെയല്ല. ഇത് നമ്മൾ പറയുന്നത് സിംറ്റമാറ്റിക് ബാക്ടീരിയ. അതായത് യൂറിൻ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ പസൽസ് ഉണ്ടാകും, പക്ഷെ അവർക്ക് അതിന്റെ രോഗലക്ഷണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇത് ആർക്കാണ് സാധാരണ കഴിക്കേണ്ടി വരുന്നത്? സാധാരണ ഇത് കൂടുതലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കഴിക്കാൻ പറയുന്നത് ഗർഭിണികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ അവർ ആന്റിബയോട്ടിക് കഴിക്കും. അതല്ല എങ്കിൽ എന്തെങ്കിലും ഹൈ റിസ്ക് യൂറോളജിക്കൽ എന്തെങ്കിലും സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് കമ്പൽസറി ആയിട്ട് കഴിക്കേണ്ടി വരും. ഡോക്ടറെ, അപ്പോൾ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആർക്കാ? ഇത് കൂടുതലും പ്രായം ചെന്നവരിൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവർക്ക്, ഗർഭിണികൾക്ക്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂറിൻ ട്യൂബ് ഇടാറുണ്ടല്ലോ, കത്തീഡ്രൈസ് ചെയ്തില്ല, അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എപ്പോൾ ചെയ്ത് നോക്കിയാലും പസൽസ് കാണും. പക്ഷേ മറ്റ് സിംറ്റംസ് ഒന്നും ഇവർ പ്രസന്റ് ചെയ്തില്ല. ലക്ഷണമില്ലെങ്കിൽ മരുന്നിന്റെ ആവശ്യമില്ല. ശരിയായ സാഹചര്യത്തിൽ മാത്രം ചികിത്സ തേടുക, അതാണ് നല്ലൊരു ആരോഗ്യത്തിന്റെ ലക്ഷണം.